താന്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ വെളിപാട് പുസ്തകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്ന വേദഭാഗത്തിന്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് ചിന്തിക്കാം. വെളിപാട് പുസ്തകം 12-ാം അധ്യായമാണ് നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത്. റെവലേഷൻ ചാപ്റ്റർ 12. നമ്മൾ അതിന്റെ ആദ്യത്തെ 6 വാക്യം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥാനം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരായുള്ളവരെ ആനന്ദിപ്പീൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞുവെന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിലേക്ക് തന്റെ സ്ഥലത്തിലേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലവും 2 കാലവും 1/2 കാലവും പോറ്റി രക്ഷിച്ചു. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണനിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായ് തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. കർത്താവ് ഈ വചനങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. 12-ാം അധ്യായം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ആ 12-ാം അധ്യായത്തെക്കുറിച്ചും ആദ്യത്തെ 6 വാക്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചു. 12-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ ഏറ്റവും വലിയ അടയാളമായി മനുഷ്യന് നൽകപ്പെട്ട സ്ത്രീയെക്കുറിച്ച് നാം ധ്യാനിക്കുകയുണ്ടായി. അത് ഇസ്രായേൽ രാഷ്ട്രമാണെന്നുള്ളത് നാം കണ്ടു. രണ്ടാമതവിടെ നൽകപ്പെട്ടത് തീ നിറമുള്ള മഹാസർപ്പം, അല്ലെങ്കിൽ ചുവന്ന മഹാസർപ്പം, റെഡ് ഡ്രാഗൺ, സാത്താനാണെന്നുള്ളത് കാണുകയുണ്ടായി. അതുള്ള ബന്ധത്തിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവരനുഭവിച്ച ദുരിതങ്ങളും പീഡകളും ഇന്നും ലോകത്തിലാഗോളം അവരനുഭവിക്കുന്ന വ്യഥകളും എതിർപ്പുകളും ഭാവിയിൽ സംഭവിക്കാനുള്ള എതിർപ്പുകളുടെയും പുറകിൽ എന്താണ് അതിന്റെ ചേതോവികാരം മനുഷ്യനുണ്ടായതെന്നുള്ളത് ദൈവം ഈ അധ്യായത്തിലൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ഭാഗങ്ങളിൽ വായിക്കുകയുണ്ടായി, കോൺഫ്ലിക്റ്റ് ഓഫ് വുമൺ വിത്ത് ഡ്രാഗൺ ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞ നാളുകളിൽ മഹാസർപ്പം, അതായത് സാത്താന് ഈ സ്ത്രീയോടുണ്ടായിരുന്ന മഹാവിദ്വേഷം, ആൺകുട്ടിയെ പ്രസവിക്കുകയാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിന് ജന്മം കൊടുത്ത ഇസ്രായേൽ രാഷ്ട്രമാണെന്നുള്ളത് വ്യക്തമായി നമ്മൾ കണ്ടു. നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു. പുത്രത്വം അവർക്കാണ് നൽകപ്പെട്ടത്. യേശുക്രിസ്തുവിന് ജന്മം കൊടുക്കുവാൻ ദൈവം ഒരുക്കിയെടുത്തൊരു രാഷ്ട്രമായിരുന്നു ഇസ്രായേൽ. അവരോട് പൈശാചികന് വലിയ എതിർപ്പ് ആദ്യ തൊട്ടുണ്ട്. കാരണം നാം നേരത്തെ ചിന്തിക്കുകയുണ്ടായി, ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നുള്ളത് പ്രവചനം അവിടെ തന്നെ ദൈവം നൽകിയതാണ്. അപ്പൊ സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്നവനെ തകർത്തു കളയുവാനായിട്ട് പൈശാചികൻ കച്ചകെട്ടി ഒരുങ്ങി അവന്റെ സകല പൂണിയിലുള്ള ആയുധങ്ങളും ഉപയോഗിച്ചു. ഈ രാഷ്ട്രത്തെ ദൈവം തെരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഈ സാത്താൻ ഉപദ്രവിക്കുന്നത് നാം കാണുകയുണ്ടായി. എന്നാൽ അതിന്റെ ശേഷം നമ്മൾ ചിന്തിച്ചു, ഈ ആൺകുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ആൺകുട്ടിയെ വിഴുങ്ങിക്കളയുവാൻ മഹാസർപ്പം അവന്റെ മുന്നിൽ നിൽക്കുകയാണ്. നമ്മൾ വളരെ വ്യക്തമായി കണ്ടു, യേശുക്രിസ്തുവിന്റെ ജന്മസമയത്ത് വലിയ പൈശാചിക പ്രവർത്തനം ആഗോളമായി ഉണ്ടായി. ഹെരോദാവിലൂടെ സകല ശിശുക്കളെയും കൊന്നുകളയുവാൻ ശ്രമിച്ചു. യേശുക്രിസ്തുവിനെ നഗരത്തിന്റെ വക്കോളം കൊണ്ടുപോയി തള്ളിയിട്ട് കൊല്ലുവാൻ ശ്രമിച്ചു. ഏതായാലും തിരുവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി, പ്രസവിച്ച ഉടനെ ആൺകുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുന്നിൽ നിന്നു. യേശുക്രിസ്തു അനുഭവിച്ച പൈശാചിക വ്യഥകളുടെ ചിത്രം വാസ്തവത്തിൽ ആ 4-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഈ 2 ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ യഹൂദൻ അനുഭവിച്ച വിദ്വേഷവും അവനനുഭവിച്ച പീഡകളുടെയും പിറകിൽ പൈശാചിക ശക്തിയായിരുന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന് ജന്മം കൊടുത്ത ശേഷം യേശുക്രിസ്തുവിനോടുള്ള പൈശാചികന്റെ എതിർപ്പുകളും നമ്മൾ എന്താണെന്നുള്ളത് ഈ വാക്യത്തിലൂടെ ചിന്തിക്കുകയുണ്ടായി. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കോൺഫ്ലിക്റ്റ് ഓഫ് മീഖായേൽ ആൻഡ് ഏഞ്ചൽ വിത്ത് ഡ്രാഗൺ ആൻഡ് ഏഞ്ചൽ. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോടും അവന്റെ ദൂതന്മാരോടും പടവെട്ടി യുദ്ധം നടത്തുന്നതും ഭാവിയിൽ ഈ സ്ത്രീയെ ഈ പൈശാചിക ശക്തികൾ വീണ്ടും ഉപദ്രവിക്കാൻ തുടങ്ങുന്നതും നമ്മൾ ഈ അധ്യായത്തിൽ വെളിപ്പെട്ട് കിട്ടുകയാണ്. നമുക്ക് ആ 7-ാം വാക്യം തുടങ്ങി പ്രത്യേകം ശ്രദ്ധിക്കാം. സ്വർഗത്തിലെ യുദ്ധം. 7-ാം വാക്യം നമ്മൾ അല്പമായി ചിന്തിച്ചെങ്കിലും
7-ാം വാക്യം നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കാം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോടെ പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗം തൃക്കണ്ണിന് നിർമ്മലമല്ല എന്നുള്ളത് ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഇയ്യോബ് 15:15 സ്വർഗം തൃക്കണ്ണിന് നിർമ്മലമല്ല. ഉൽപ്പത്തി 1:6-8 വരെ 2-ാം ദിവസത്തിലെ വിധാനം സൃഷ്ടിച്ച ശേഷം നല്ലതെന്ന് പറഞ്ഞതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ആകാശമണ്ഡലം എന്തുകൊണ്ടാണ്, സ്വർഗം എന്തുകൊണ്ടാണ് ദൈവത്തിന് അത് നിർമ്മലമല്ലാതിരിക്കുന്നത്? പൈശാചിക ശക്തികൾ ഇന്നും അവിടെ കയറിയിറങ്ങുന്നു. വളരെ വ്യക്തമായി വചനത്തിൽ നിന്ന് അനേക ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം, സഖറിയാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 12-10-ാം വാക്യം, ഇവിടെയൊക്കെ പൈശാചികൻ ഇന്നും സ്വർഗത്തിൽ കയറുകയും ദൈവസന്നിധിയിൽ തന്റെ ജനത്തിനെതിരായി അവൻ വാസ്തവത്തിൽ അപവാദങ്ങൾ പറയുന്നത് വചനത്തിൽ രേഖപ്പെടുത്തുന്നു. സഖറിയ 3:1 പ്രവാസത്തിൽ നിന്ന് വന്ന ആ മഹാപുരോഹിതന്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നത് ദൈവസന്നിധിയിൽ ചെന്ന് സാത്താൻ പറയുന്നത് നാം കാണുന്നുണ്ട്. അതിനെതിരായിട്ട് ദൈവം വാദിക്കുന്നു. ഈ വിഷയം വാസ്തവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സ്വർഗത്തിൽ നിന്നും സാത്താൻ കടന്നു ചെല്ലുന്നു. വചനത്തിൽ വളരെ വ്യക്തമായി തെളിവുകളുണ്ട്. ദൈവജനം അനുഭവിക്കുന്ന പീഡകളുടെ പിറകിൽ എപ്പോഴും പൈശാചികന്റെ ശക്തി ഉണ്ടെന്നുള്ളത് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 5:20 ദെബോറ സിസറയുമായിട്ടുള്ള യുദ്ധത്തില് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതു, അവർ സിസറയുമായി സ്വഗതികളിൽ പൊരുതു. ഇൻ ദെയർ കോഴ്സ്, സ്വഗതികളിൽ, ദേ ഫോട്ട് ഇൻ ദെയർ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ദെബോറയുടെ നേതൃത്വത്തിൽ സിസറയുമായിട്ട് യുദ്ധം നടക്കുമ്പോൾ സ്വർഗത്തിൽ ആ ഇൻ ദെയർ കോഴ്സ്, അതിന്റെ സ്വഗതികളിൽ അവിടെയും യുദ്ധം നടക്കുന്നതായിട്ട് വായിക്കുന്നു. നാം പല ദൃഷ്ടാന്തങ്ങൾ ചിന്തിച്ചു, അതുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവജനത്തോട് ഇന്നും പോരാടുന്ന വലിയൊരു ശക്തിയുണ്ട്. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, എഫേസ്യർ 6:12 സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ. നാം പ്രത്യേകം മനസ്സിലാക്കുക, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടാണ്. പൈശാചികൻ വളരെ തന്ത്രശാലിയാണ്. അവന്റെ പോരാട്ടമാണ് വാസ്തവത്തിൽ ദൈവജനം ഇന്നും ഭൂമിയിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പുറകിലുള്ളത്. അത് വളരെ വ്യക്തമായി നമുക്ക് വചനത്തിലൂടെ കാണാൻ കഴിയുന്നു. എന്നാൽ പീഡനകാലത്തിന്റെ മധ്യഭാഗത്തില് സ്വർഗത്തിൽ നടക്കുന്ന വലിയൊരു യുദ്ധത്തെക്കുറിച്ച് നമുക്കിവിടെ വെളിപ്പാട് കിട്ടിയിരിക്കുന്നു. പീഡനകാലത്തിന്റെ മധ്യഭാഗത്തിലാണ് ഇത് സംഭവിക്കുന്നത്. നമുക്ക് 8-ാം വാക്യം തുടങ്ങാം. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പവും അവന്റെ ദൂതന്മാരുമായിട്ട് പീഡനകാലത്തിന്റെ മധ്യഭാഗത്ത് വെച്ച് ഒരു യുദ്ധം നടക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ അതോടുള്ള ബന്ധത്തിലായിരിക്കണം ദാനിയേൽ 12:1 നമ്മൾ വായിക്കുന്നുണ്ട്. മീഖായേൽ പ്രഭു, സ്വജനത്തിന് തുണ നിൽക്കുന്ന മീഖായേൽ പ്രഭു എഴുന്നേൽക്കുന്നതായിട്ട് നാം വായിക്കുന്നു. ഇസ്രായേലിന് സംഭവിക്കുന്ന വലിയ പീഡയുടെ ആ കാലഘട്ടത്തിൽ സ്വജനത്തിന് തുണ നിൽക്കുന്ന മീഖായേൽ പ്രഭുവിനെ ദാനിയേൽ 12:1 അവതരിപ്പിച്ചിട്ടുണ്ട്. മീഖായേല് സ്വർഗത്തിൽ ഈ പൈശാചിക ശക്തിയുമായിട്ട് പോരാട്ടം നടത്തുന്നു. എന്തിനാണ് ഈ സമയത്ത് പൈശാചികന്റെ ദൂതഗണങ്ങളും ഈ മീഖായേലിന്റെ ദൂതന്മാരുമായിട്ട് പടവെട്ടുന്നത് എന്നൊരു ചിന്ത വന്നേക്കാം. പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെയും വായിക്കുകയുണ്ടായി. പീഡനകാലത്തിന്റെ മധ്യഭാഗത്തിൽ വെച്ച് അവന്റെ ഒരു കിങ്കരനെ അല്ലെങ്കിൽ അന്തിക്രിസ്തുവിനോട് എഴുന്നേൽപ്പിച്ച് ഈ ലോകം മുഴുവൻ അവൻ കരസ്ഥമാക്കുന്ന ഒരു കാലഘട്ടം അടുത്തു വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ കീഴിലാണെങ്കിലും സകല രാജ്യങ്ങളെയും അവന്റെ കീഴിൽ കൊണ്ടുവരത്തക്കവണ്ണം ഈ അന്തിക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ആ മൂർധന്യാവസ്ഥയില് സ്വർഗത്തിൽ ഒരിക്കൽ കൂടി അവകാശം പിടിച്ചു പറ്റുവാൻ ഒരിക്കലും അവൻ അത് ശ്രമിച്ചു. നാം നേരത്തെ ചിന്തിച്ചു. ഈ ദൂതഗണങ്ങളിൽ ഒരു വലിയ സമൂഹത്തെ നാം നേരത്തെ ഓർത്ത് 3-1 തെറ്റിച്ചുകൊണ്ട് ദൈവത്തിനെതിരായിട്ട് എന്റെ സിംഹാസനം അത്യുന്നതന്റെ സിംഹാസനന്റെ മുകളിൽ വെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരു പോരാട്ടം നടത്തി. അതിന്റെ ഫലമായി വാസ്തവത്തിൽ ആ ദൂതന്മാരായിരുന്നവരെ ദൈവം അവിടെ നിന്ന് നാട്ടിപ്പായിക്കുന്നതാണ് അന്ധകാരത്തിന്റെ പ്രഭുക്കന്മാരായി മാറിയത്. എന്നാൽ ഈ പീഡനകാലത്തിന്റെ മധ്യഭാഗത്തിൽ വെച്ച് സ്വർഗത്തിൽ നിന്ന് ഇവരെ ആട്ടിപ്പായിച്ച് ഭൂമിയിലേക്ക് അവരെ ഇറക്കി വിടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അതിന്റെ 8-ാം വാക്യത്തില് സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. നോക്കാം, ഈ പീഡനകാലത്തിന്റെ മധ്യഭാഗം തുടങ്ങി സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നില്ല. സ്വർഗത്തിലേക്ക് അവർക്ക് പ്രവേശനം അനുവദിക്കപ്പെടുന്നില്ല. 9-ാം വാക്യത്തിൽ വരുമ്പോൾ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. നോക്കുക, ഇവിടെ ചിന്തിച്ചു നോക്കിയാൽ സാത്താന് കൊടുത്തിരിക്കുന്ന വർണ്ണനകൾ ശ്രദ്ധിച്ചു നോക്കുകയും ഇവിടെ പല വർണ്ണനകൾ പറയുകയുണ്ടായി. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. നോക്കുക, പല വർണ്ണനകൾ ഇവിടെ 4 പേരെങ്കിലും ഒന്നിച്ചവിടെ സാത്താന്റെ വർണ്ണനയിൽ എടുത്തു പറയുന്നു. പഴയ പാമ്പ്, ദ ഓൾഡ് സർപ്പൻ. നമുക്കറിയാം
ആ ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യന്റെ ഉൽപ്പത്തിയിൽ തന്നെ പൈശാചികൻ അവിടെ സർപ്പമായിട്ട് വന്ന് ഔവയെ പറ്റിക്കുന്നതായിട്ട്, മനുഷ്യനെ കബളിപ്പിക്കുന്നതായിട്ട് കാണുന്നു. ഒരുപക്ഷെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഇവന് പേര് കൊടുത്തു പഴയ പാമ്പ്, ദ ഓൾഡ് സർപ്പൻ. ആ പഴയ പാമ്പ് മനുഷ്യന്റെ ഉൽപ്പത്തി തുടങ്ങി തന്ത്രപൂർവമായ കാപട്യം കാണിക്കുന്ന ആ ഒരു ജന്തുവാണ് ഈ സർപ്പം. അത് സാത്താന്റെ എംബ്ലമായ അല്ലെങ്കിൽ അവന്റെ പേരായിട്ട് തന്നെ ഇരിക്കുന്നു, പഴയ പാമ്പ്. പഴയ പാമ്പായ, ഇവിടെ നമ്മൾ വായിക്കുന്നു ഡെവിൾ എന്നാണ് വായിക്കുന്നത്. പഴയ പാമ്പായ സാത്താൻ, ഡെവിൾ എന്ന് പറഞ്ഞാൽ സ്ലാൻഡറർ ഓർ അക്യൂസർ എന്നാണ്. എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ അപവാദം പറയുന്നവൻ. അതിന്റെ 10-ാം വാക്യം നോക്കിയേ. 10-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി അത് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസനിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. ഇതിന്റെ ഗൗരവം നാം എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ട് എന്നറിയില്ല. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസനിൽ കുറ്റം ചുമത്തുന്ന അപവാദി. അപ്പോള് സാത്താന്റെ ജോലി തന്നെ രാവും പകലും ദൈവസനിൽ സഹോദരന്മാരെ കുറ്റം പറയുകയാണ്. ദൈവസനിൽ അവരെ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഖറിയാവ് 3:1, ഇയ്യോബിന്റെ പുസ്തകം 1:6 ഒക്കെ അവിടെ ഇത് തന്നെയാണ് കാണുന്നത്. എന്നാൽ രാപ്പകൽ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മറ്റൊരുത്തനുണ്ട്. 1 യോഹന്നാൻ 2:1 അവനെക്കുറിച്ച് വായിക്കുന്നു, അവൻ ദൈവത്തിന്റെ സന്നിധി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഈസ് അവർ അഡ്വക്കേറ്റ്. അവൻ നമ്മുടെ കാര്യസ്ഥനാണ്. നമ്മളുടെ കാര്യം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വാദിക്കുകയാണ്. കാരണം എന്തിനാണ് അങ്ങനെ ഒരു അഡ്വക്കേറ്റിന്റെ വലിയ ജോലി ഇവിടെ ആവശ്യം? 1 യോഹന്നാൻ 2:1 വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മെ പൈശാചികൻ അവിടെ കുറ്റം പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ഒരു കാര്യസ്ഥൻ, ആൻ അഡ്വക്കേറ്റ്. ഹൂ ഈസ് ആൻ അഡ്വക്കേറ്റ്? ആരാണ് ഒരു അഡ്വക്കേറ്റ്? നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരുവനാണ് ഒരു അഡ്വക്കേറ്റ്. യേശുക്രിസ്തു എന്താ ചെയ്യുന്നത്? നമുക്ക് വേണ്ടി അവിടെ അഡ്വക്കേറ്റ് ആയിട്ട് നമ്മുടെ കാര്യം ഏറ്റെടുത്തുകൊണ്ട് വാദിക്കുകയാണ്. സാത്താൻ അവിടെ വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമുക്കെതിരെ അപവാദം പറയുമ്പോൾ, ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി ഒരു കാര്യസ്ഥനായ അഡ്വക്കേറ്റായി യേശുക്രിസ്തു വാദിക്കുകയാണ്. ഇതുകൊണ്ടായിരിക്കണം എബ്രായലേഖനം 7:25 എത്ര മനോഹരമായിട്ടൊരു വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എബ്രായലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം വളരെ മനോഹരമായ ഒരു വാക്യമാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 7:25. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഇതുള്ള ബന്ധത്തിൽ 7:25, അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ മുഖാന്തരം ദൈവത്തിന്റെ സന്നിധിയിൽ അടുക്കുന്നവരെ, ഞാനും നിങ്ങളും അവൻ മുഖാന്തരം ദൈവസന്നിധിയിൽ അടുത്തവരാണ്. നമുക്ക് മറ്റൊരു മധ്യസ്ഥൻ ആവശ്യമില്ല, നമുക്ക് മറ്റൊരു കാര്യസ്ഥൻ ആവശ്യമില്ല. നാം ഇവിടെ വായിക്കുന്ന പോലെ അവൻ സദാ ജീവിക്കുന്നവനാണ്. അവൻ സദാ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്. അവൻ മൂലം ദൈവസന്നിധിയിൽ അടുക്കുന്നവരെ അവൻ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. He is able to save them to the uttermost. അവരെ പൂർണ്ണമായി അവൻ രക്ഷിക്കും. ഇതാണ് പൗലോസ് റോമർ 5:10 രേഖപ്പെടുത്തിയത്. അവന്റെ മരണത്താൽ ദൈവത്തോട് നമുക്ക് നിരപ്പ് ലഭിച്ചു എങ്കിൽ അവന്റെ ജീവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. നോക്കിയേ, പൗലോസ് പറയുന്ന ആ വലിയ ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ് റോമർ 5:10, നാം ശത്രുക്കളായിരിക്കുമ്പോൾ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് ലഭിച്ചു എങ്കിൽ ദാറ്റ് വിച്ച് വാസ് ഇംപോസിബിൾ ഗോഡ് മേഡ് ഇറ്റ് പോസിബിൾ. ഒരിക്കലും അസാധ്യമായിരുന്ന ഒരു കാര്യം, ശത്രുക്കളായിരുന്നു, ദൈവത്തോടെ നിരപ്പിക്കുക എന്നുള്ളത് അസാധ്യമായിരുന്നു. ശത്രുക്കളായി നമ്മളെ പുത്രന്റെ മരണത്താൽ നിരപ്പിച്ചു മിത്രങ്ങളാക്കി. വി ആർ ഹിസ് ഫ്രണ്ട്സ്. അങ്ങനെ മിത്രങ്ങളായി മാറിയെങ്കിൽ, നിരപ്പ് ലഭിച്ചുവെങ്കിൽ അതിന് ദൈവം ഉപയോഗിച്ചത് അവന്റെ മരണമാണെങ്കിൽ പൗലോസ് പറയുകയാണ്, ഇന്ന് അവന്റെ ജീവനാൽ എത്രയധികമായി നാം രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഹിസ് റിസറക്ഷൻ ലൈഫ്, അവന്റെ പുനരുത്ഥാന ജീവിതം, ആ പുനരുത്ഥാന ജീവനാൽ നാം എത്രയധികം രക്ഷിക്കപ്പെടും. നമ്മൾ എബ്രായലേഖനം 7:25 വായിച്ച പോലെ താൻ മുഖാന്തരം പിതാവിന്റെ സന്നിധിയിൽ അടുക്കുന്നവരെ പൂർണ്ണമായി അവൻ രക്ഷിക്കും. ലോകത്തിൽ അനേകർ പല മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുമ്പോൾ തിമോഥെയോസിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന കർത്താവായ യേശുക്രിസ്തു തന്നെ. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇതിൽ സംശയമുണ്ടെങ്കിൽ വീണ്ടും ഓർക്കുക, ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു മധ്യസ്ഥനും ഒന്നും ചെയ്യുവാൻ കഴിയാതെ കല്ലറയിൽ അടക്കപ്പെട്ട് കിടക്കുമ്പോൾ, അവരുടെ ആത്മാക്കൾ വിശുദ്ധന്മാരാണെങ്കിൽ ദൈവസന്നിധിയിൽ വിശ്രമിക്കുമ്പോൾ ഒരുവനെ കുറിച്ച് വായിക്കുന്നു, അവൻ സദാ ജീവിക്കുന്നു. അവൻ മുഖാന്തരം ദൈവസന്നിധിയിൽ അടുക്കുന്നവരെ
പൂർണ്ണമായി രക്ഷിക്കും. ഇന്നുവരെയും രക്ഷിക്കപ്പെടാത്ത, രക്ഷയെക്കുറിച്ച് ഉറപ്പില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ വീണ്ടും പറയട്ടെ, ഒരുവൻ മാത്രമേ രക്ഷിപ്പാനായിട്ടുള്ളൂ, ഒരുവൻ മാത്രമേ മധ്യസ്ഥനായിട്ടുള്ളൂ. അവൻ മുഖാന്തരം ദൈവസന്നിധിയിൽ അടുക്കുകയാണെങ്കിൽ അവൻ പൂർണ്ണമായി രക്ഷിക്കും എന്നുള്ളത് ഉറപ്പ് ദൈവജനത്തിൽ തരുന്നു. അവൻ ജീവിക്കുന്നത് കൊണ്ട് നാമും ജീവിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മളിവിടെ ഓർത്ത പോലെ നമ്മെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം പറയുന്ന ഒരുവനുണ്ടെങ്കിലും നമുക്ക് വേണ്ടി സദാ ജീവിക്കുന്ന ഒരുവനുണ്ട്. അവൻ മൂലം നമുക്ക് രക്ഷ ഉറപ്പ് തന്നിരിക്കുകയാണ്. മറ്റൊരു പേര് അവൻ ഉപയോഗിച്ചിട്ടുണ്ട്, സാത്താൻ. സാത്താൻ എന്ന വാക്കിന്റെ അർത്ഥം അഡ്വേഴ്സറി എന്ന് പറഞ്ഞാൽ എതിരുള്ളവൻ, എതിർപ്പെടുന്നവൻ, ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്നവൻ. അപ്പോൾ അവന്റെ പേരിന്റെ വർണ്ണനകൾ നോക്കുക. പഴയ പാമ്പ്, ഏദനിൽ ആരംഭിച്ച തന്ത്രപൂർവമായ അവന്റെ പ്രവർത്തനം. സാത്താൻ, സ്ലാൻഡറോ അക്യൂസർ, സഹോദരന്മാരെ കുറ്റം പറയുന്നവൻ. സാത്താൻ, അഡ്വേഴ്സറി, ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നവൻ. അവന് കൊടുത്തിരിക്കുന്ന പല വർണ്ണനകളിലൂടെ വായിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ വായിക്കുന്ന ആ വാക്യം നോക്കിയാട്ടെ, വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ് 9. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാച്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ മുഴുവൻ വഞ്ചിക്കുന്ന, ഈ ലോകത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന എത്ര വലിയ ശക്തിയാണ് അവൻ എന്നുള്ളത് ചിന്തിക്കുക. സർവ്വലോകത്തെയും എത്രയോ കോടി ജനങ്ങളാണ്. ഈ കോടി ജനങ്ങളെ, വ്യത്യസ്ത ഭാഷയിലും വംശത്തിൽ നിന്നുള്ളവരെ വാസ്തവത്തിൽ അവൻ തന്ത്രപൂർവമായി കബളിപ്പിച്ച് അവരെ തെറ്റിച്ചു കളയുന്ന വലിയ ഒരു ശക്തിയാണ് പൈശാചികൻ എന്നുള്ളത് വളരെ വ്യക്തമായി നാം വായിക്കുന്നു. മനുഷ്യനെ എന്തെല്ലാം തന്ത്രങ്ങളിലൂടെയാണ് കബളിപ്പിക്കുന്നത്. യേശുക്രിസ്തു രാജ്യം ഏറ്റെടുക്കുമ്പോൾ, ഈ ഭൂമിയിൽ ഭരിക്കുവാൻ വരുമ്പോൾ, അവന് സാത്താനെ 1000 ആണ്ടേക്ക് ബന്ധിക്കുന്നതിന്റെ കാരണം 20-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലുണ്ട്. 20-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, 1000 ആണ്ട് കഴിയുമ്പോഴും ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്യും. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാണ്. 1000 വർഷം ഭരണം കർത്താവ് തുടങ്ങുന്നതിന് മുമ്പ് പൈശാചികനെ ബന്ധിക്കുന്നതിന്റെ കാരണം അവൻ ജാതികളെ വഞ്ചിക്കാതിരിപ്പാനാണ്. എന്നാൽ അല്പസമയത്തേക്ക് അവനെ അഴിച്ചുവിടും. അല്പസമയത്തേക്ക് അഴിച്ചുവിടുമ്പോൾ നാം പിന്നീട് വായിക്കുന്നുണ്ട് 7-ാം വാക്യത്തിൽ. ഒന്ന് നോക്കിയാട്ടെ, അല്പസമയത്തേക്ക് ഒന്ന് അഴിച്ചുവിട്ടതാണ്. 7-ാം വാക്യം, 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ അഴിച്ചുവിടും. അവൻ ഭൂമിയിലെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവൻ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയനഗരത്തെയും വളയും. എന്നാൽ ആകാശത്ത് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. നമ്മുടെ വിഷയം അവിടെ നോക്കുക. ഒരല്പസമയത്തേക്ക് 1000 വർഷം യേശുക്രിസ്തുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഭരണം നടന്ന ശേഷം, അവന്റെ ഭക്തന്മാർ നീതിയോടെ ന്യായം വിധിച്ച ശേഷം, ഈ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭരണം കഴിച്ച ശേഷം ഒരല്പസമയത്തേക്ക് അവനെ അഴിച്ചുവിട്ടപ്പോൾ ഇവിടെ വായിക്കുന്നു, ഭൂമിയിലുള്ള 4 ദിക്കിലുമുള്ള മനുഷ്യരെ അവൻ വശീകരിച്ച് കർത്താവിനെതിരായിട്ട്, കർത്താവിന്റെ തലസ്ഥാനമായ യെരുശലേമിനെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തുവാൻ അവന് കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച്, സാത്താന്റെ കീഴിൽ കിടക്കുന്ന ഈ ഭൂമിയില് മനുഷ്യനെ ഇന്ന് എത്ര ഭീകരമായി വഞ്ചിക്കപ്പെടുത്തിയും കൊണ്ട് അവൻ മുന്നോട്ട് പോവുകയാണെന്നുള്ളത് ഓർക്കുക. എന്നാൽ ഇവിടെ സാത്താനെ സ്വർഗത്തിൽ നിന്ന് വെട്ടി താഴോട്ടിടുമ്പോൾ 9-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, തള്ളിയിട്ടു, പാമ്പിനെ തള്ളിയിട്ടു. ഒരുപക്ഷെ ഇതായിരിക്കണം കർത്താവായ യേശുക്രിസ്തു ലൂക്കോസ് 10:18 പറഞ്ഞത്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ലൂക്കോസ് 10:18. ഒരുപക്ഷെ അതായിരിക്കണം അവിടെ പറഞ്ഞത്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. സാത്താന്റെ വീഴ്ച നമുക്ക് ഇവിടെയാണ് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ സാത്താൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പീഡനകാലത്തിന്റെ മധ്യഭാഗത്തിൽ ഇറങ്ങി വന്നപ്പോൾ സ്വർഗത്തിൽ വലിയ ഘോഷം ആരംഭിക്കുകയാണ്. 10-ാം വാക്യം നോക്കി, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ആധിപത്യം അവിടെ തുടങ്ങിയാണ്. യഹൂദന്മാർ ചോദിച്ച ചോദ്യം, ഈ കാലത്തിലോ ഞങ്ങൾക്ക് രാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്നത്? ഇവിടെ പീഡനകാലത്തിന്റെ മധ്യഭാഗത്തിൽ സ്വർഗത്തിൽ കേട്ട ശബ്ദം, ഇവിടെ ക്രിസ്തുവിന്റെ ആധിപത്യം തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവത്തിൽ കുറ്റം ചുമത്തി തള്ളിയിട്ട് കളഞ്ഞു. അവർ അവന്റെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഭൂമിയിലോട്ട് സാത്താൻ ഇറങ്ങി വരികയാണ്. 12-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞും കൊണ്ട് മഹാക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. അല്പകാലമേ ഉള്ളൂ എന്ന് അവന് മനസ്സിലായി. സാത്താന് വളരെ വ്യക്തമായി അവന്റെ സമയത്തെക്കുറിച്ച് ബോധമുണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, വിശ്വാസികൾക്ക് അവരുടെ സമയങ്ങളെക്കുറിച്ച് ബോധമില്ലെങ്കിലും, എല്ലാവരുമല്ല, വലിയൊരു സമൂഹത്തിന് ബോധമില്ലെങ്കിലും സാത്താൻ അവന്റെ സമയത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. നമ്മൾ മത്തായിയുടെ സുവിശേഷം 8:29 നോക്കി. മാത്യു ചാപ്റ്റർ 8:29. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിലെ ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയപ്പോൾ ആ ഭൂതങ്ങൾ കർത്താവിനോട് പറയുന്ന വാക്ക് നോക്കി.
8:29. അവർ നിലവിളിച്ച്, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ? അവർക്കറിയാം അവരെ ദണ്ഡിപ്പിപ്പാൻ സമയമായില്ല. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ ബാധിച്ചിരുന്ന ഭൂതങ്ങളെ കർത്താവ് ഇറക്കിക്കഴിഞ്ഞപ്പോൾ അവർ ചിന്തിച്ചു കാണും, അവരെ നിത്യനരകത്തിലേക്ക് തള്ളിക്കളയാൻ പോവുകയാണ്. അവർ കർത്താവിനോട് ചോദിക്കുകയാണ്, സമയത്തിനു മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ വന്നു. അപ്പോൾ അവർക്ക് വ്യക്തമായ ബോധമുണ്ട്, അവരുടെ സമയമായിട്ടില്ല. ഇനിയും ഒരു 2000 വർഷം കൂടെ കഴിഞ്ഞെങ്കിലേ ഞങ്ങളുടെ സമയം ആകുകയുള്ളൂ എന്ന് അവർക്കറിയാം. എന്നാൽ ഈ പീഡന കാലഘട്ടത്തിൽ സ്വർഗത്തിൽ നിന്ന് അവരെ അടിച്ചിറക്കി കഴിയുമ്പോൾ ഇവിടെ വായിക്കുന്നു, തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് സാത്താന് മനസ്സിലായി. അങ്ങനെ മനസ്സിലായതിന്റെ ഫലമായി മഹാക്രോധത്തോട് ഇറങ്ങി വരുമ്പോൾ 12ാം വാക്യത്തിൽ വായിക്കുന്നു, ഭൂമിയിൽ വസിക്കുന്നവർക്കും ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. ദൈവം അങ്ങനെ പറയണമെങ്കിൽ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ഭയങ്കരമായ വിപത്തുകളെ ചിന്തിപ്പാൻ സാധിക്കും. സാത്താൻ വലിയ ക്രോധത്തോട് ഇറങ്ങി വരികയാണ്. അവൻ അല്പകാലമേ ഉള്ളെന്നറിഞ്ഞു. അവന് ചെയ്യാവുന്ന മുഴുവൻ ഡിസ്ട്രക്ഷൻ ഈ അല്പസമയം കൊണ്ട് ഇവിടെ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഓർക്കാറുണ്ട്, പ്രവചനപരമായിട്ട് നാം പഠിക്കുമ്പോൾ ആ പീഡനകാലത്തിന്റെ അവസാനത്തെ 3.5 വർഷം ദൈവത്തിന്റെ ക്രോധം ചൊരിയുന്ന കാലഘട്ടം. മഹാക്രോധം, ദൈവത്തിന്റെ ക്രോധകലശം ഒഴിക്കുന്ന സമയമാണ്. ദൈവത്തിന്റെ വലിയ ക്രോധം മനുഷ്യന്റെ മേൽ ചൊരിയുമ്പോൾ സാത്താൻ മഹാക്രോധത്തോടെ അവരുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. എന്നാലോചിച്ച് നോക്കിയേ, ദൈവത്തിന്റെ മഹാക്രോധം സാത്താൻ തന്റെ വലിയ ക്രോധത്തോടെ അല്പസമയമേ ഉള്ളൂ എന്നറിഞ്ഞ് കടന്നു വരുന്നു. ഭൂമിക്ക് യേശുക്രിസ്തു പറഞ്ഞ പോലെ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം ജെരമ്യാവിൽ രേഖപ്പെടുത്തിയ പോലെ ആ കാലം പോലെ വേറെ ഒന്നും ഇല്ലാതെ വണ്ണം അത്ര ഭയങ്കരമായ പീഡകാലഘട്ടം. എന്താ കാരണം? ദൈവം തന്റെ ക്രോധം ഒഴിക്കുന്നു എന്ന് മാത്രമല്ല, സാത്താനും മഹാക്രോധത്തോടെ ഇറങ്ങി വന്ന ഒരു കാലഘട്ടം. ഭൂമിക്ക് സംഭവിക്കുന്ന വിപത്തുകളും ഭൂമിക്ക് സംഭവിക്കുന്ന അനർത്ഥങ്ങളും വർണ്ണിച്ചാൽ തീരാതെ വണ്ണം അത്ര ഭയങ്കരമായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ദൈവം ഈ വിഷയങ്ങൾ വ്യക്തമായി വചനത്തിൽ വെളിപ്പെടുത്തി തന്നത്. മനുഷ്യന് ആ നാളുകളുടെ ഭയങ്കരത്വം മനസ്സിലാക്കി അന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് ഈ വസ്തുതകൾ നമുക്ക് ഇവിടെ വെളിപ്പെടുത്തി തന്നെന്നുള്ളത് പ്രത്യേകം ഓർക്കും. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മാത്രമല്ല, സമുദ്രത്തിനും ഭൂമണ്ഡലങ്ങൾക്ക് അവൻ വലിയ കേടുകൾ വരുത്താൻ പോവുകയാണ്. യെസ്. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ ഒരു കൂട്ടം വിശുദ്ധന്മാരുണ്ട്, ട്രിബുലേഷൻ ബ്രദേഴ്സ്. പീഡന കാലഘട്ടത്തിലെ നമ്മുടെ സഹോദരന്മാർ അവരെങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് അറിയാമോ? 11ാം വാക്യം നോക്കിയേ. ഒരു കൂട്ടം ആളുകൾ ഇത്ര വലിയ ക്രോധത്തോടെ സാത്താൻ ഇറങ്ങി വന്ന കാലഘട്ടത്തിൽ അവരെങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. 2 കാരണങ്ങൾ. അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങൾ പറഞ്ഞ സാക്ഷ്യവാചകം ഹേതുവായിട്ടും അവർ ജയിക്കുകയാണ്. നോക്കുക, they overcame him by the blood of the lamb. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അവർ ജയം പ്രാപിക്കുകയാണ്. യെസ്. എങ്ങനെയാണ്? സാത്താൻ ഇത്ര ക്രോധത്തോടെ ഇറങ്ങി വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഓർമ്മ പൈശാചികനെ വിറപ്പിക്കുന്നതാണ് എന്ന് പലരും ചിന്തിക്കുന്നു. കാരണം അവന് പരാജയം അനുഭവിച്ച് അവനെ തോൽപ്പിച്ച ദൈവപുത്രന്റെ രക്തം, അതിന്റെ വിലയും മഹത്വവും പൈശാചികന് മനസ്സിലായി. ഭൂമിയുടെ ആഗോളം എത്രയോ ലക്ഷം ജനങ്ങളെ വിലയ്ക്ക് വാങ്ങിയ വിലയേറിയ രക്തം, ആ രക്തത്താൽ സാത്താനെ ജയിക്കുന്നതായിട്ട് വാങ്ങി. മാത്രമല്ല, തങ്ങൾ പറഞ്ഞ സാക്ഷ്യവാചകം, വിറ്റ്നസസ്, സാക്ഷ്യത്തിന് അതിൻ്റെതായ ഒരു ശക്തിയും സാത്താൻ എതിർക്കുവാൻ കഴിയാത്ത ഒരു കാര്യമാണ് മനുഷ്യന്റെ സാക്ഷ്യം. സാക്ഷി എന്നുള്ള പദത്തിൽ വാസ്തവത്തിൽ രക്തസാക്ഷികൾ, മാർട്ടിയർ എന്നുള്ള പദം സാക്ഷ്യത്തിൽ നിന്ന് വന്ന മൂലഭാഷയിൽ ഗ്രീക്കിൽ വിറ്റ്നസ് എന്ന പദത്തിൽ നിന്നാണ് മാർട്ടിയർ അല്ലെങ്കിൽ രക്തസാക്ഷി എന്നുള്ള പദം വന്നത്. എന്ന് പറഞ്ഞാൽ മരണപര്യന്തം വിശ്വസ്തരായിരുന്ന് മരണത്താൽ ആ സാക്ഷ്യം മുദ്രയിടപ്പെട്ട വിശുദ്ധന്മാരാണ് രക്തസാക്ഷികൾ, മാർട്ടിയേഴ്സ്. ആ പദം സാക്ഷ്യത്തിൽ നിന്ന് കടന്നു വന്നതാണ്. സാത്താൻ ഏറ്റവും ഭയപ്പെടുന്ന 2 കാര്യം നമ്മുടെ സാക്ഷ്യം. 2 യേശുക്രിസ്തുവിന്റെ രക്തം. കാരണം യേശുക്രിസ്തുവിന്റെ രക്തം അവന്റെ പരാജയത്തെ ഓർപ്പിക്കുന്ന വസ്തുതയാണ്. നമ്മുടെ സാക്ഷ്യത്തിന് അതിൻ്റെതായ ശക്തിയും. നാം സാക്ഷ്യപ്പെടുത്തുമ്പോൾ സാത്താൻ അറിയാം നാം അവനെതിരായിട്ട് നിൽക്കുന്നവരാണെന്നും അവന് നമ്മെ ജയിപ്പാനായിട്ട് ബുദ്ധിമുട്ടാണെന്നും അറിയാം. എന്നാൽ നാം സാക്ഷ്യപ്പെടുത്താതെ നമ്മള് മറ്റു മനുഷ്യരെ പോലെ തന്നെ ജീവിച്ചു പോയാൽ ആ ശക്തി നമുക്ക് അനുഭവിപ്പാനായിട്ട് സാധിക്കാതെ വരുന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമുക്കിവിടെ നോക്കാം. 12ാം വാക്യത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നു, അവ സ്വർഗത്തിൽ വസിക്കുന്നവരോട് ആനന്ദിച്ചോളും എന്ന് പറയുമ്പോൾ ഭൂമിയിൽ വസിക്കുന്നവർക്ക് വലിയ കഷ്ടം. പിശാച് അല്പകാലമേ ഉള്ളെന്ന് അറിഞ്ഞും കൊണ്ട് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇനിയും നമ്മൾ നോക്കുക, ഈ സാത്താൻ ഈ പീഡനകാലത്തിന്റെ മധ്യഭാഗത്തിൽ സ്വർഗത്തിൽ നിന്ന് അവരെ അടിച്ചിറക്കി
ആകാശമണ്ഡലങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞു. ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യം, ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സാത്താൻ അവനറിയാം ഈ ആൺകുട്ടി മൂലമാണ്, അതായത് യേശുക്രിസ്തു മൂലമാണ് അവൻ ഈ വന്നിരിക്കുന്ന പരാജയങ്ങൾ മുഴുവൻ. അതുകൊണ്ട് ഈ ആൺകുട്ടിക്ക് ജന്മം കൊടുത്ത സ്ത്രീയെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപദ്രവിച്ച പോലെ വീണ്ടും അവളെ ഉപദ്രവിപ്പാനായിട്ട് തുടങ്ങുകയാണ്. 6-ാം വാക്യം നോക്കി. നമ്മൾ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. എന്തുകൊണ്ടാ? ഈ സ്ത്രീയെ, ഇസ്രായേൽ രാഷ്ട്രത്തെ സാത്താൻ പീഡന കാലഘട്ടത്തിന്റെ മധ്യഭാഗം തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കാൻ പോവുകയാണ്. അതാണ് 13-ാം വാക്യം തുടങ്ങി വായിക്കുന്നത്. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. നോക്കുക, ദൈവം നമുക്ക് വളരെ വെളിച്ചം ഈ വിഷയത്തോടുള്ള ബന്ധത്തിലൂടെ തരികയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രായേലിനെ സാത്താൻ ഉപദ്രവിച്ചെന്ന് മാത്രമല്ല, എന്നാൽ ഭാവിയിലെ പീഡന കാലഘട്ടത്തിൽ വളരെ വ്യക്തമായി വചനത്തിൽ രേഖപ്പെടുത്തി പൈശാചികൻ വീണ്ടും വലിയ ഒരു പോരാട്ടം ഇസ്രായേലിനെതിരായിട്ട് അഴിച്ചുവിടാൻ പോവുകയാണ്. അതിന്റെ കാരണം ഇവിടെ രേഖപ്പെടുത്തി. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടു. തന്നെ അവിടെ നിന്ന് തള്ളിക്കളഞ്ഞതിന്റെ കാരണം അവൻ അറിയാം. അതുകൊണ്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. ഇസ്രായേലിന് ആരംഭിക്കുന്ന മഹാപീഡനം തിരുവചനത്തിൽ രേഖപ്പെടുത്തുന്ന പോലെ യാക്കോബിന്റെ കഷ്ടകാലം. യേശുക്രിസ്തു ഇതാണ് പറഞ്ഞത്. മത്തായി 24:15 തുടങ്ങി യഹൂദനോട് പ്രത്യേകാൽ ആവശ്യപ്പെട്ടു. എന്താണ് അവിടെ പറഞ്ഞത്? ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, അന്ന് യഹൂദനുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. യഹൂദനോട് പ്രത്യേക ആവശ്യപ്പെട്ടു. പീഡനകാലത്തിന്റെ മധ്യഭാഗത്തിൽ അവർക്കൊരു പ്രത്യേക അടയാളം കൊടുത്തു. അവരുടെ പുതുക്കിപ്പണിയുന്ന ദേവാലയം, അന്തിക്രിസ്തു അതിനെ മലിനപ്പെടുത്തുന്ന കാലഘട്ടം പീഡനകാലത്തിന്റെ മധ്യഭാഗമാണ്. ആ കാലഘട്ടം ചരിത്രത്തിന്റെ പുറകിൽ സംഭവിക്കുന്നത് സാത്താൻ മഹാക്രോധത്തോടെ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങുകയാണ്. ആ ഉപദ്രവം അവസാനിപ്പിക്കുന്നത് യേശുക്രിസ്തു മടങ്ങി വന്നാണ്. അവസാനം അവൾക്ക് നിവൃത്തിയില്ലാതെ അവൾ കരയുന്ന സന്ദർഭത്തിൽ, അവൾ വളരെ പീഡിപ്പിക്കപ്പെട്ട് കരയുന്ന സന്ദർഭത്തിൽ യേശുക്രിസ്തു അവൾക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. ഇവിടെ ആ പീഡ വീണ്ടും ആരംഭിക്കുകയാണ്. ഇന്ന് യഹൂദൻ രാഷ്ട്രമായി മടങ്ങി വന്നു. ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ അവരെ ഉപദ്രവിച്ച പോലെ ഉപദ്രവിപ്പാനായിട്ട് നിവൃത്തിയില്ല. അവർ ശക്തിയുള്ളൊരു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞു. അവരെ അവിടെയും ഇവിടെയും ടെററിസ്റ്റ് ആക്ട് കൊണ്ടും മറ്റും ഉപദ്രവിക്കുന്നെങ്കിലും ഒരു രാഷ്ട്രമായി, ഒരു സമൂഹമായി നാം വായിക്കുന്ന പോലെ അവരെ ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടമല്ല. കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ ഒരു സമൂഹമായിട്ട് അവരെ ഉപദ്രവിച്ചു. ഹിറ്റ്ലർ മുതലായവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു സമൂഹമായിട്ട് യഹൂദനെ വളരെ ഉപദ്രവിച്ചു. എന്നാൽ ഇന്നത് സാധിക്കുന്നില്ല. എന്നാൽ പീഡന കാലഘട്ടത്തിന്റെ മധ്യഭാഗത്തിൽ വീണ്ടും യഹൂദനെ ഒരു രാഷ്ട്രമായി, ഒരു സമൂഹമായി ഉപദ്രവിക്കും എന്നുള്ളത് വചനം ഇവിടെ വ്യക്തമായി വെളിപ്പെടുത്തി. അതിന്റെ പുറകിലുള്ള കാരണം എന്തെന്നുള്ളതും യേശുക്രിസ്തു നമുക്ക് വ്യക്തമായി വെളിപ്പെടുത്തി തന്നു. അന്ന് അവരോട് ആവശ്യപ്പെട്ടു, അവർ ജീവരക്ഷാർത്ഥം ഓടിക്കൊള്ളുവാനായിട്ട് കർത്താവ് ആവശ്യപ്പെട്ടു. ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഉപദ്രവിച്ചു തുടങ്ങി. അത് വചനത്തിൽ മറ്റു പല ഭാഗങ്ങളിലൂടെ വെളിപ്പെട്ടിട്ടുണ്ട്. അത് ദേവാലയത്തെ മലിനീകരിക്കുന്ന സന്ദർഭമാണ്. എന്നാൽ അവളിൽ ഒരു സമൂഹം ഓടിപ്പോവും, രക്ഷപ്പെടുവാൻ ഓടിപ്പോവും. 14-ാം വാക്യത്തിൽ വായിക്കുന്നു: അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തിലേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടകലെ 1 കാലം 2 കാലം അരക്കാലം പോറ്റി രക്ഷിച്ചു. 3.5 കാലമാണ്. 1 കാലം 2 കാലം അരക്കാലം 3.5 കാലം. നമ്മളതിന്റെ 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ 1260 ദിവസം എന്ന് കണ്ടു. 1260 ദിവസം, 360 ദിവസമുള്ള വർഷങ്ങളായിട്ട് അതിനെ ഭാഗിച്ചാൽ കൃത്യമായിട്ട് 3.5 വർഷമാണ്. അതിന്റെ 6-ാം വാക്യത്തിൽ 1260 ദിവസം. 13:5 നോക്കി. 13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം: വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിനെ ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു. 42 മാസം 3.5 വർഷം. നോക്കുക, ദിവസങ്ങളുള്ള ബന്ധത്തിൽ, കാലത്തോള്ള ബന്ധത്തിൽ, മാസത്തോള്ള ബന്ധത്തിൽ ഈ 12ഉം 13ഉം അധ്യായത്തിൽ രേഖപ്പെടുത്തി. 12:6 1260 ദിവസം 3.5 വർഷമാണ്. ഈ 14-ാം വാക്യത്തിൽ, 12ന്റെ 14-ാം വാക്യത്തിൽ 1 കാലം 2 കാലം അരക്കാലം 3.5 വർഷം. 13:5 42 മാസം. അതുപോലെ തന്നെ ദാനിയേലിന്റെ പുസ്തകത്തിലും നമുക്ക് ആ കാലഘട്ടം ലഭിക്കുന്നു. മഹോപദ്രവ പീഡന കാലഘട്ടത്തിന്റെ മധ്യഭാഗം, 7 വർഷത്തിന്റെ മധ്യഭാഗം. ആ മധ്യഭാഗം കഴിയുമ്പോഴാണ് മഹോപദ്രവം, ഇസ്രായേലിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ പീഡ. എന്നാൽ ഈ 3.5 വർഷം, അല്ലെങ്കിൽ ഈ 3.5 വർഷം അവളെ പ്രത്യേകം സൂക്ഷിക്കാൻ ദൈവം ഒരുക്കിയ ഒരു സ്ഥലമുണ്ട്. ഇസ്രായേൽ രാഷ്ട്രമായി വളരെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. രാഷ്ട്രമായി ലോകരാഷ്ട്രങ്ങൾ മൊത്തം അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിരിക്കുന്ന വേദപണ്ഡിതന്മാർ, പ്രവചന പണ്ഡിതന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട്. പീഡന കാലഘട്ടത്തിന്റെ അവസാനത്തെ 3.5 വർഷം ഇസ്രായേൽ യുദ്ധമല്ലാതെ മറ്റൊന്നും കാണത്തില്ല. ആ യുദ്ധത്തിന്റെ മൂർധന്യാവസ്ഥയാണ് അർമഗദോൻ യുദ്ധം. അർമഗദോൻ യുദ്ധം ഒരു
വേർതിരിക്കപ്പെട്ട ഒരു പ്രത്യേക യുദ്ധമല്ല. ഇറ്റ് ഈസ് എ ക്യാമ്പയിൻ. ഒന്നിന്റെ പിറകെ ഒന്നായിട്ട് ലോകരാഷ്ട്രങ്ങൾ ഇസ്രയേലിലോട്ട് സൈന്യങ്ങളെ അയച്ച് അവിടം രക്തപ്പുഴയാക്കി മാറ്റുന്ന വലിയൊരു സംഭവം. അവരുടെ സ്ത്രീകളെ വഷളാക്കുന്നു, പട്ടണത്തിൽ പാതി പിടിക്കുന്നു, അവരെ വളരെ ഉപദ്രവിക്കുന്നു, വലിയ പീഡകൾ അവർ അനുഭവിക്കുന്ന 3.5 വർഷക്കാലം. ആ 3.5 വർഷക്കാലത്തിൽ ഇവരിൽ ഒരു സമൂഹത്തെ പ്രത്യേക സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നു, മരുഭൂമിയിൽ തന്റെ സ്ഥലത്തിലേക്ക് പറന്നുപോയി. മരുഭൂമിയിൽ ദൈവം ഒരുക്കിയ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. ബൈബിളിന്റെ മറ്റ് ഭാഗങ്ങൾ സൂക്ഷ്മ പരിശോധന നടത്തിയാൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ദൈവദാസന്മാരുടെ അഭിപ്രായത്തിൽ ഈ സ്ഥലം യോർദാന്റെ ഭാഗത്തുള്ള പെട്ര എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രതലമാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ആ സ്ഥലത്ത് പോയി 10-20 വർഷം മുമ്പ് കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ മരിച്ചുപോയ W.E. ബ്ലാക്ക്സ്റ്റോൺ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഇത് തന്നെയാണ് ആ സ്ഥലം എന്ന് മനസ്സിലാക്കിയിട്ട് വലിയ ഗുഹകളുള്ള, ഒരുപാട് ഗുഹകളുള്ള യോർദാന്റെ ആ പ്രദേശത്തുള്ള മലഞ്ചരിവിലുള്ള ഈ പെട്ര എന്ന് പറയുന്ന ഈ സ്ഥലത്ത് പുതിയ നിയമത്തിന്റെ പ്രതികൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവിടെ ഈ ഗുഹയ്ക്കകത്തൊക്കെ സീൽ ചെയ്ത പുതിയ നിയമങ്ങൾ താൻ കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം ഈ യഹൂദന്മാർ ഓടി അവിടെ പോയി ഈ 3.5 വർഷം പാർക്കുമ്പോൾ അവർക്ക് ഈ പുതിയ നിയമം വായിച്ച് മനസ്സിലാക്കാൻ ഈ പുതിയ നിയമങ്ങൾ ബ്ലാക്ക്സ്റ്റോൺ എന്ന് പറയുന്ന W.E. ബ്ലാക്ക്സ്റ്റോൺ എന്ന് പറയുന്ന ദൈവദാസൻ അവിടെ കൊണ്ട് അക്ഷരികമായി വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. യോർദാന്റെ നമ്മൾ ആ മാപ്പ് എടുത്ത് നോക്കിയാൽ പഴയ ആ ഏദോമ്യർ പാർത്തിരുന്ന ആ പ്രതലം പെട്ര എന്ന് പറയുന്ന മരുഭൂമി പോലെയുള്ള പ്രതലമാണ്. അവിടെ പച്ചിലകളോ വൃക്ഷങ്ങളോ ഒന്നും കാണാറില്ല. പാറക്കോട്ടകൾ പോലെ തന്നെയുള്ളൊരു സ്ഥലം. അവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നില്ല. അവിടെ യാത്ര ചെയ്ത് പോയാൽ വണ്ടിയൊക്കെ ഒരിടത്ത് ഇട്ടിട്ട് വീണ്ടും ഒന്നുകിൽ കുതിരപ്പുറത്ത് കയറണം, അല്ലെങ്കിൽ നടന്നു പോകണം. വണ്ടിയൊന്നും പോയില്ല. ഈ കുതിരപ്പുറത്ത് കയറി നമ്മൾ പോയാൽ വലിയ ക്ലിഫാണ്. 2 വശത്തും ഒരല്പം വീതിയുണ്ട്. വലിയ കിളരമുള്ള ക്ലിഫാണ്. അത് എങ്ങനെയാണ് അത് ഉണ്ടായെന്ന് നമുക്കറിയില്ല. പാറ കൃത്യമായിട്ട് കീറിയിരിക്കുന്ന പോലെ ഒരു റോഡ് പോലെ ഇങ്ങനെ നമുക്ക് ഫർലോങ്ങുകൾ ഇങ്ങനെ ഇതിനകത്തൂടെ നടന്നു പോകാം. നടന്ന് ഈ കുതിരപ്പുറത്ത് കയറി നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്നതാണ് വാസ്തവത്തിൽ ഈ പെട്ര എന്ന് പറയുന്ന സ്ഥലം. അവിടെ മുഴുവൻ വലിയൊരു പ്രതലമാണ്. ഗുഹകളും കൊണ്ടും മുറികൾ കൊണ്ടും പാറയ്ക്കകത്ത് തീർത്തിരിക്കുന്ന സ്ഥലമാണ്. ഈ ഒരു ക്ലിഫിന്റെ വശം അടഞ്ഞു കഴിഞ്ഞാൽ അവിടോട്ട് മനുഷ്യർക്ക് കയറുവാനായിട്ട് ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ട്. ആ പ്രതലത്തിൽ യഹൂദൻ പോയി ഒളിച്ചിരിക്കും എന്നുള്ളതിന്റെ ചെറിയ തെളിവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 11:41 നോക്കാം. ദാനിയേലിന്റെ പുസ്തകം 11:41, 11-ാം അധ്യായത്തിന്റെ 41. അന്ത്യകാലത്ത് നടക്കുന്ന ഭയങ്കരമായ പീഡയുടെ യുദ്ധങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കാലഘട്ടമാണ്. 11:41, 11:40 വാക്യം തുടങ്ങി വായിച്ചാൽ 40 വാക്യം, പിന്നെ അന്ത്യകാലത്ത് ഇൻ ദ ലേറ്റർ ടൈംസ് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്തുമുട്ടും, വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചവകരോടും കപ്പലുകളും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും. അവർ ദേശത്തിൽ വന്ന് കവിഞ്ഞ് കടന്നുപോകും. അതായത് അറേബ്യൻ രാജ്യങ്ങൾ തെക്കേ ദേശം ഇസ്രയേലിനെ ആക്രമിക്കുകയാണ്. തെക്കേ ദേശം എന്ന് പറയുന്നത് ഈജിപ്തും അതിന്റെ അലയൻസും അറബ് നേഷൻസ്. അവരാക്രമിക്കുമ്പോൾ വടക്ക് നിന്ന് വലിയൊരു സൈന്യം, റഷ്യയുടെ കൂടെയുള്ള രാഷ്ട്രങ്ങളും ഇസ്രയേലിനെ ആക്രമിക്കുകയാണ്. ഇസ്രയേലിന്റെ പ്രതലം മുഴുവൻ സൈന്യങ്ങളെ കൊണ്ടുള്ള വലിയ യുദ്ധമാണ് നടക്കുമ്പോൾ 41-ാം വാക്യം നോക്കി, അവർ മനോഹര ദേശത്തിലേക്കും കടക്കും. 10,000 പേർ ഇടറി വീഴും. എങ്കിലും ഏദോമും മോവാബും അമോന്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും എന്ന് പറഞ്ഞാൽ ഏദോമും മോവാബും അമോന്യ ശ്രേഷ്ഠരും അവന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും. ഈ റഷ്യൻ സൈന്യം, അറേബ്യൻ രാജ്യങ്ങളോടുകൂടെ റഷ്യൻ സൈന്യം ഈ ഇസ്രായേലിനെ ആക്രമിക്കാൻ കടന്നു വരുമ്പോൾ താഴോട്ട് നമ്മൾ വായിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. 42-ാം വാക്യം നോക്കി, അവൻ ദേശങ്ങളുടെ നേരെ കൈനീട്ടും, മിസ്രൈം ദേശവും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് പറഞ്ഞാൽ ഈ റഷ്യയുടെ സൈന്യം വടക്കേ അറ്റത്ത് നിന്ന് അറേബ്യൻ രാജ്യങ്ങളോട് ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കാൻ കടന്നു വരുമ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ ചിന്തിക്കും ഇസ്രയേലിന് എതിരായിട്ട് യുദ്ധത്തിന് വരികയാണ്. എന്നാൽ റഷ്യയുടെ ഉദ്ദേശം എസെക്കിയേൽ പ്രവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, കൊള്ളയടിക്കുവാനാണ്, കൊള്ള നടത്തുവാനാണ്. അവൻ ഇസ്രയേലിന്റെ സമ്പത്തുകൾ എടുക്കുക മാത്രമല്ല, ഇവിടെ നമ്മൾ വായിക്കുന്നു ഈജിപ്തിനെയും കൂടെ ആക്രമിക്കും. അറേബ്യൻ രാജ്യങ്ങളെ കൂടെ ഈ റഷ്യൻസ് വന്ന് ആക്രമിക്കുമ്പോൾ 41-ാം വാക്യത്തിൽ ഏദോമും മോവാബും ഒഴിഞ്ഞു പോകും. ഏദോമും മോവാബും ഈ പ്രതലത്തിലാണ് പെട്ര എന്ന് പറയുന്ന സ്ഥലം ഇരിക്കുന്നത്. ഈ പഴയ ഏദോമ്യരും മോവാബരും പാർത്തിരുന്ന പ്രതലമാണ് ഈ പെട്ര എന്ന് പറയുന്ന സ്ഥലം എന്നുള്ളത് ചിന്തനീയമായ ഒരു കാര്യമാണ്. യെശയ്യാവ് 26:20 നോക്കാം. യെശയ്യാവ് 26:20, എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക, ക്രോധം കടന്നു പോകുമ്പോൾ അല്പകാലം കൂടെ ഒളിച്ചിരിക്കുക. യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യനിമിത്തം സന്ദർശിപ്പാൻ തന്റെ സ്ഥലത്ത് നിതാ വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും, തന്നിലുള്ള ഹതന്മാരെ ഇനി മൂടിവെക്കയില്ല.
ഇവിടെ 20-ാം വാക്യത്തിൽ എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക, ക്രോധം കടന്നു പോകുവോളം അല്പകാലം കൂടെ ഒളിച്ചിരിക്കുക. പഴയ നിയമ കാലഘട്ടങ്ങളിൽ പുനരുദ്ധാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക ഭാഗമാണ്. 19-ാം വാക്യം വായിച്ചാൽ എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിക്കുക, നിന്റെ പ്രഭാതത്തിന്റെ മഞ്ഞ് ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. ഇത് പറയുമ്പോൾ യഹൂദനോട് കൊടുക്കുന്ന ഒരു ആഹ്വാനമാണ്, എന്റെ ജനമേ വന്ന് അറകളിൽ കടക്കുക, ക്രോധം കടന്നു പോകുവോളം, അതായത് ഈ പീഡന കാലഘട്ടം കടന്നു പോകുവോളം നീ അല്പകാലം കൂടെ ഒളിച്ചിരിക്കുക. ഇത് വാസ്തവത്തിൽ പെട്ര എന്ന് പറയുന്ന സ്ഥലം അറകൾ പോലെയുള്ള സ്ഥലങ്ങളാണ്. അറകൾ പോലെയുള്ള സ്ഥലം അല്പകാലം കൂടെ അവിടെ ഒളിച്ചിരിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക ഒരു കാലഘട്ടം. നമുക്കതുകൊണ്ട് ന്യായമായി ഏറിയ പങ്ക് പ്രവചന പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് പോലെ ഈ പെട്ര എന്ന് പറയുന്ന സ്ഥലത്തിൽ യഹൂദനെ പ്രത്യേകാൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമായിരിക്കും. അവിടെ അവരെ എങ്ങനെ എത്തിക്കും? ഈ പെട്ര എന്ന് പറയുന്ന സ്ഥലത്ത് അവരെ എങ്ങനെ എത്തിക്കും? അന്തിക്രിസ്തു ഈ തേർവാഴ്ച നടത്തി വലിയ പീഡ നടത്തുമ്പോൾ അവരെ എങ്ങനെ എത്തിക്കും? ഇവിടെ നമ്മൾ വായിക്കുന്നു 14-ാം വാക്യത്തില് അവിടേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു. പല വ്യാഖ്യാനങ്ങളുണ്ട്. എക്സോഡസ് പുറപ്പാട് പുസ്തകം 19:4 അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവം അവരെ കുറിച്ച് പറയുന്നു, കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ചു കൊണ്ടുവന്നവനായി. അതായത് ഈജിപ്തിൽ നിന്ന് മരുഭൂമിയിലൂടെ അവരെ മിസ്രൈമിലേക്ക് കൊണ്ടുവന്ന ചരിത്രം പറയുമ്പോൾ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് കൊണ്ടുവന്നവനായി. ഇസ്രായേലിനെ അവിടെ കൊണ്ടുവന്നത് കഴുകന്മാരുടെ ചിറകിലാന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേക നടത്തിപ്പിൽ അവരെ ആ കനാനിൽ എത്തിച്ചു. ഇവിടെ നമ്മൾ വായിക്കുന്നു കഴുകന്റെ വലിയ ചിറക് ലഭിച്ചുവെന്ന്. പല വ്യാഖ്യാനങ്ങളും പല അഭിപ്രായങ്ങളും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് എനിക്കങ്ങനെ തീർത്തു പറയുവാൻ നിവൃത്തിയില്ല. ചിലർ ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചു, അമേരിക്കയുടെ എംബ്ലം കഴുകനാണ്. അപ്പോൾ അവരുടെ കൊടുക്കുന്ന എയർലിഫ്റ്റ് ആയിരിക്കണം കഴുകന്റെ ചിറകിൽ അവരെ വഹിച്ചുകൊണ്ട് വന്നു എന്ന് പറയുന്നു. നമ്മൾ അവരെ മടക്കി കൊണ്ടുവരുമ്പോഴും അവരെ ഒരു രാഷ്ട്രമാക്കുവാൻ മടക്കി കൊണ്ടുവരുമ്പോഴും കഴുകന്റെ ചിറകിൽ വഹിച്ചുകൊണ്ട് അവരെ കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ യമനിൽ നിന്നും മറ്റും പ്ലെയിൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഈ യഹൂദനെ യമനിൽ നിന്ന് പ്ലെയിനിൽ കയറ്റി കൊണ്ടുവന്നതും മറ്റും പൂർത്തീകരിക്കുമ്പോൾ അതുപോലെ കഴുകന്റെ ചിറകിൽ വഹിച്ചുകൊണ്ട് നിന്നെ കൊണ്ടുവന്നു എന്നുള്ളത് അതാണെങ്കിൽ ഇവിടെയും ഒരു പക്ഷേ അങ്ങനെയാകാം. ഏതായാലും അമേരിക്കയുടെ സൈന്യത്തിന്റെ എംബ്ലം കഴുകനാണ്. ആ കഴുകന്റെ ചിറക് എന്ന് പറയുമ്പോൾ ഇനി എയർലിഫ്റ്റ് ആണോ അല്ലയോ നമുക്കറിയില്ല, ഒരു പക്ഷേ ആകാം. ഏതായാലും ദൈവം പ്രത്യേകാൽ ഈ ജനത്തെ അവിടെ കൊണ്ടുവന്ന് എത്തിക്കും. എന്നാൽ അവിടെ എത്തിക്കുമ്പോൾ മറ്റൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അവിടെ അവളെ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിക്കും. ദൈവം ഈ യഹൂദനെ ഒരു ഭാഗത്തെ 3.5 വർഷം അവിടെ പ്രത്യേകാൽ പോറ്റി രക്ഷിക്കും. എന്നാൽ എന്താ സർപ്പം ചെയ്യാൻ പോകുന്നേ? അതിന്റെ 15-ാം വാക്യം നോക്കി. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന യഹൂദനെ നശിപ്പിക്കുവാൻ നദി പോലെ വെള്ളം ചാടിച്ചു. ഈ മരുഭൂമിയിലൂടെ അത്രയും വെള്ളം ഒഴുക്കി ചെല്ലുകയാണോ? അല്ല. അത് നമുക്കറിയാം, വെളിപാട് പുസ്തകത്തിലെല്ലാം എംബ്ലമായിട്ടും രൂപാലങ്കാരത്തിലും അടയാളങ്ങളായിട്ടും പറഞ്ഞിരിക്കുകയാൽ ഈ ഒഴുക്കിക്കൊണ്ടുപോകുന്ന വലിയ നദി വലിയ സൈന്യമാണ് എന്ന് ചിന്തിക്കുന്നു. 17-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും 15-ാം വാക്യവും അതിന്റെ തെളിവായിട്ട് നമുക്ക് എടുക്കാം. നീ കണ്ട വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളുമാണ്. ദൈവജനത്തിൽ വലിയ ജനസമൂഹമാണ്. അപ്പോൾ ഇസ്രായേൽ ഒരു ഭാഗം പെട്ര എന്ന് പറയുന്ന സ്ഥലത്ത് രക്ഷപ്പെടുവാൻ ദൈവം ഒരുക്കിയ സ്ഥലത്ത് അവർ ഒളിച്ചോടുമ്പോൾ അവളെ പ്രത്യേക എയർലിഫ്റ്റ് ചെയ്തോ എങ്ങനെയോ അവിടെ കൊണ്ടെത്തിച്ച് അവിടെ പ്രത്യേക അവരെ പോറ്റി പുലർത്തുമ്പോൾ നദി പോലെ വെള്ളം ചാടിച്ചു എന്ന് പറയുമ്പോൾ ഒഴുക്കിക്കളയുവാൻ വലിയ സൈന്യത്തെ അവളുടെ പിറകിലെ അയച്ചു. എത്ര വ്യക്തമായിട്ട് പഴയ നിയമത്തിൽ അത് കാണുന്നുണ്ട്. ഈജിപ്തിൽ നിന്ന് വിട്ടുപോകുവാൻ ഒരിക്കലും ഫറവോൻ അനുവദിച്ചില്ല. ഈജിപ്തിൽ നിന്ന് അവർ വിട്ടുപോയി. അവസാനം പീഡയുടെ കാഠിന്യം കൊണ്ട് ഫറവോൻ വിട്ടുപോകുവാൻ അനുവദിച്ചു. എന്നാൽ ഫറവോൻ അവളെ വിട്ടുകളഞ്ഞപ്പോൾ ഫറവോന്റെ സൈന്യം മുഴുവൻ നദി പോലെ അവളുടെ പിറകെ ചെന്നു. അതുപോലെ തന്നെ ഈ വലിയ ഒരു സമൂഹത്തെ ദൈവം പ്രത്യേകം സൂക്ഷിക്കുമ്പോൾ ഫറവോനും അവന്റെ സൈന്യവും പുറകെ കടന്നു എന്ന പോലെ ഇസ്രായേലിനെ ഉപദ്രവിപ്പാൻ അല്ലെങ്കിൽ ഒഴുക്കിക്കളയുവാൻ അവളുടെ പുറകെ വീണ്ടും വലിയ സൈന്യങ്ങളെ അയക്കും എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ 16-ാം വാക്യം നോക്കി. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണനിന്നു വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമി അനുകൂലമായി നിന്നു. എന്നിട്ട് വായിക്കുന്നത് എന്താ? മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായു തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. ഒരു പക്ഷെങ്കിൽ ഈ പിറകെ വന്ന സൈന്യങ്ങളെ ആ മരുഭൂമിയിൽ കൊന്നുകളയുകയോ, ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ
വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായു തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. ഒരുപക്ഷെങ്കിൽ ഒരു ഭൂകമ്പങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഇവരെ ഉപദ്രവിക്കാൻ കടന്നുപോയ സൈന്യത്തെ നശിപ്പിച്ചു കളയുന്നു. ഇവിടെ നാം വായിക്കുന്ന പോലെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു, നശിപ്പിച്ചു കളയും. കോരഹിനെയും മറ്റും ഭൂമി വായു പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. ദൈവം പ്രത്യേക രക്ഷിക്കുന്ന ഈ ജനത്തെ ഉപദ്രവിപ്പാൻ സാത്താൻ വലിയ ജനത്തെ അയക്കുമ്പോൾ ഭൂമി വായു പിളർന്ന്, അല്ലെങ്കിൽ ഇവിടെ വായിക്കുന്ന പോലെ ഭൂമി തുണനിന്ന് വായു തുറന്ന് വിഴുങ്ങിക്കളയുകയാണ്. ഒരുപക്ഷെ അവിടെ ഒരു ഭൂകമ്പം കൊണ്ടോ ഒരു പ്രത്യേക ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് ഈ വലിയ സൈന്യത്തെ അവിടെ നശിപ്പിച്ചു കളയും. വേറെ വിധത്തിൽ ചിന്തിച്ചാൽ ഈ പെട്രയിലോട്ട് കയറിപ്പോകുന്ന ആ പ്രതലം സൈന്യത്തിന് പോകാതെ ദൈവം ഭൂകമ്പം കൊണ്ടോ മറ്റോ അതിനെ അടച്ചു കളഞ്ഞാലും അവർക്ക് അവിടെ ചെന്ന് പ്രവേശിപ്പാനായിട്ട് എളുപ്പമല്ല. ദൈവം പ്രത്യേക ആ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അവർക്ക് അനുകൂലമാക്കി തീർക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമായിരിക്കും. അപ്പോൾ ഭൂമിയുടെ പ്രതലത്തിൽ അങ്ങനെ ഒരു പ്രദേശവും മരുഭൂമിയായി ഒന്നുമില്ലാതെ പാറക്കോട്ടകൾ കൊണ്ട് നിറഞ്ഞ് ഗുഹമുഖങ്ങൾ കൊണ്ട് പ്രത്യേക നിറഞ്ഞു കിടക്കുന്നതിന്റെ ഉദ്ദേശവും ദൈവത്തിന് ഭാവിയുള്ള ബന്ധത്തിൽ തന്റെ ജനത്തെ പോറ്റിപ്പുലർത്തുവാൻ ഒരു പ്രത്യേക ഉദ്ദേശമാണ്. നമുക്കിങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. ഇസ്രയേൽ ഒരു കാലഘട്ടത്തിൽ 40 വർഷം ഉഴന്നു നടന്ന ആ മരുഭൂമിയുടെ പ്രദേശം വീണ്ടും അവർക്ക് രക്ഷയ്ക്ക് ഉതകുന്ന ഒരു പ്രതലമാക്കി ദൈവം തീർക്കും. അവരെ കരുതുന്ന, അവരെ രക്ഷിക്കുന്ന ഒരു പ്രതലമാക്കി ദൈവം തീർക്കുകയാണ്. 17-ാം വാക്യം കൂടെ നോക്കുക. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ഇത്രയും സംഭവങ്ങൾ നടന്നു കഴിയുമ്പോൾ മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണൽമേൽ നിന്നു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. വളരെ വ്യക്തമായി നാം വായിക്കുന്നു. 13-ാം വാക്യത്തിൽ നാം വായിച്ചു, ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ ഇസ്രയേലാണ്. യേശുക്രിസ്തുവിന് ജന്മം കൊടുത്ത സ്ത്രീ ഇസ്രയേലിനെ ഉപദ്രവിച്ചു തുടങ്ങിയെന്ന് മാത്രമല്ല, ഇവിടെ നമ്മൾ വായിക്കുന്നു സ്ത്രീയോട് കോപിക്കുകയാണ്. ഇസ്രയേലിനോട് വലിയ ക്രോധം. പീഡന കാലഘട്ടത്തിന്റെ അവസാന കാലഘട്ടം ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവരെ ഉപദ്രവിപ്പാൻ, നശിപ്പിച്ചു കളയുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേക പ്രൊവിഷൻ കൊണ്ട് അവരെ കരുതുകയും സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ യഹൂദനോടുള്ള ക്രോധം വളരെ വർദ്ധിച്ചിട്ട് ഇവിടെ വായിക്കുന്നു, അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് എന്ന് പറഞ്ഞാൽ പെട്ര എന്ന് പറയുന്ന സ്ഥലത്തിൽ ആ ഭൂപ്രദേശത്ത് കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നവരെ ഉപദ്രവിപ്പാൻ കഴിയാത്തപ്പോൾ അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരെ നശിപ്പിച്ചു കളയുവാൻ, യുദ്ധം ചെയ്യുവാൻ അവൾ പുറപ്പെടുകയാണ്. ഈ പുറപ്പാടാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്. 16-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. 16-ാം അധ്യായം, വെളിപാട് പുസ്തകം 16-ാം അധ്യായത്തിലെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 13-ാം വാക്യം നോക്കി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്ന്, മൃഗത്തിന്റെ വായിൽ നിന്നും, കള്ളപ്രവാചകന്റെ വായിൽ നിന്ന് തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്ന ഞാൻ കണ്ടു. അവ സർവ്വഭൂതലത്തിലുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിന്റെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. അതായത് ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും വശീകരിച്ച് ഇളക്കി മറിച്ച് അവരെ, ഈ ദുർഭൂതങ്ങൾ അവരെ ഇളക്കി മറിച്ച് വശീകരിച്ചിട്ട് 16-ാം വാക്യത്തിൽ അവരെ എബ്രായ ഭാഷയിൽ അർമഗദോൻ എന്ന പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർത്തു. അർമഗദോൻ എന്ന് പറയുന്നത് യെരുശലേമിന്റെ 40 മൈൽ വടക്കുള്ള പ്രദേശമാണ്. യെരുശലേമിന്റെ 40 മൈൽ നോർത്തായിട്ട് കിടക്കുന്നു മെഗിദോ താഴ്വര. ആ അർമഗദോൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം ചെയ്യുവാൻ ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവരുന്നു. നാം ഇവിടെ വായിച്ചതുപോലെ അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. സൈന്യങ്ങളൊക്കെ വന്ന് അണിനിരക്കുന്ന കാണുമ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അവർ അണിനിരക്കുന്നത്. ഒരുപക്ഷെ യെരുശലേം വിട്ടുകൊടുക്കാത്തത് കൊണ്ടായിരിക്കാം. എന്നാൽ അതിന്റെ പിറകിലുള്ള സംഭവം ദൈവം നമുക്ക് കാണിച്ചു തരികയാണ്. അതിന്റെ പിറകിലുള്ള വിഷയം, ഈ സൈന്യങ്ങൾ ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ഉദ്ദേശം, അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തിയാണ്. ഈ പൈശാചിക ശക്തികളാണ് അവരെ ഇളക്കിക്കൊണ്ട് അവിടെ വരുന്നതും യഹൂദൻ ഇനി അനുഭവിക്കാൻ പോകുന്ന പീഡയുടെ, ഭാവിയിൽ സംഭവിക്കുന്ന ഉപദ്രവത്തിന്റെ പിറകിലും പൈശാചികന്റെ ഉപദ്രവമാണ്. എന്നാൽ വളരെ ചിന്തനീയമായ ഒരു വാക്യം പറഞ്ഞാണ് ആ അധ്യായം അവസാനിക്കുന്നത്. നമുക്ക് ആ ഭാഗം കൂടെ നോക്കാം. അവൻ കടൽപ്പുറത്തെ മണൽമേൽ നിന്നു. ആ വാക്യം ചിലപ്പോൾ ഞാൻ എൻ്റെ മനോമുകുരത്തിൽ ഓർക്കാറുണ്ട്. അവൻ കടൽപ്പുറത്തെ മണലിൽ നിന്നു. കടൽപ്പുറത്തെ മണൽ, സമുദ്രം ഇളകി മറിയുമ്പോൾ അതിന്റെ കടൽപ്പുറത്തെ മണലിന്മേൽ അവൻ നിൽക്കുകയാണ്. ലോക സൈന്യങ്ങളെ ഇളക്കിമറിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ ഒന്നൊന്നായി ഇളകിമറിഞ്ഞു വരുന്നു. വലിയ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ അവൻ കടൽപ്പുറത്തെ മണൽമേൽ നിൽക്കുകയാണ്. ആരാണ് അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ദ ഗ്രേറ്റ് റെഡ് ഡ്രാഗൺ, പഴയ പാമ്പായ സാത്താൻ. അവൻ കടൽപ്പുറത്തെ മണൽമേൽ നിൽക്കുകയാണ്. അവൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നാം 13-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ അവൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ രാജമുടിയും തലയിൽ ദൂഷണനാമുള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. ഇവൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ, അപ്പോൾ ദാറ്റ് വാസ് എ റൈറ്റ് ടൈം.
അന്തിക്രിസ്തുവിന്റെ പഠനമാണ് ഇനി നമുക്ക് 13-ാം അധ്യായത്തിൽ കിട്ടുന്നത്. നമുക്ക് അടുത്തയാഴ്ച അത് പഠിക്കാൻ ശ്രമിക്കാം. എന്നാൽ ഇവിടെ പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവൻ നോക്കിക്കൊണ്ട് നിൽക്കും. പീഡനകാലത്തിന്റെ മധ്യഭാഗത്തിൽ നാം അതിന്റെ 2-ാം വാക്യത്തിന്റെ അവസാനത്തിൽ വായിക്കുന്നു, തന്റെ ശക്തി, സിംഹാസനം, വലിയ അധികാരം അവന് കൊടുക്കുകയാണ്. തന്റെ 2-ാം വാക്യത്തിന്റെ അവസാനം, മഹാസർപ്പം തന്റെ ശക്തി, സിംഹാസനം, വലിയ അധികാരം. അവൻ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ഇറ്റ് വാസ് എ റൈറ്റ് ടൈം. അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. അന്തിക്രിസ്തു ലോകത്തിലൊരു രാഷ്ട്രീയ നേതാവായി മാറിക്കഴിഞ്ഞു. പീഡനകാലത്തിന്റെ മധ്യഭാഗമാകുമ്പോൾ അന്തിക്രിസ്തു സകല ശക്തിയും അധികാരവും സിംഹാസനവും ഒക്കെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവന് പാകമായ ഒരു വ്യക്തിയെ പാകമായ ഒരു സമയത്ത് കിട്ടുകയാണ്. പീഡനകാലഘട്ടത്തിന്റെ മധ്യഭാഗമാകുമ്പോൾ അന്തിക്രിസ്തുവിൽ ഈ പൈശാചികൻ ആവിർഭവിക്കുകയും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പീഡകനായി, മനുഷ്യനെ കൊല്ലുന്നവനായി അവൻ തീരുകയും അവന്റെ സ്വഭാവം തുലയും മാറി വലിയ ലോകത്തിൽ വിപത്തുകളെ കൊയ്ത് കൂട്ടുന്ന ഒരുവനായി, യേശുക്രിസ്തു പറഞ്ഞ പോലെ ആ നാളുകൾ ചുരുങ്ങേണ്ടത് ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ ഒരു മനുഷ്യനും രക്ഷപ്പെടാത്ത ഒരു കാലഘട്ടം. അവന് മൂർത്തിയായി ആവിർഭവിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ കിട്ടുന്നു. അവന്റെ അധികാരമൊക്കെ കൊടുക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ അവൻ കടൽപ്പുറത്തെ മണൽമേൽ നോക്കി നിൽക്കുകയാണ്. ഇന്നും സാത്താൻ അങ്ങനെ ഒരു കാലഘട്ടത്തിന് വേണ്ടി നോക്കി നിൽക്കുന്നു. അവന് വാസ്തവത്തിൽ അവതരിക്കുവാൻ കഴിയുന്ന വ്യക്തികളിൽ അവതരിക്കുവാൻ അവൻ നോക്കി നിൽക്കുമ്പോൾ അന്തിക്രിസ്തുവിൽ അവൻ അവതരിച്ച് വലിയ വിപത്തുകൾ ഭൂമിയിൽ കൊയ്ത് അല്ലെങ്കിൽ കൂട്ടുവാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടത്തെ പ്രത്യേകം വരച്ചു തരും. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ കാലഘട്ടത്തിലൊന്നും നാം ഇവിടെ ഇല്ലാതവണ്ണം നമ്മെ സുരക്ഷിതമായി കർത്താവ് സൂക്ഷിക്കുന്നുവെങ്കിലും അന്നത്തെ നാളുകളെക്കുറിച്ചും ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അന്ന് നടക്കുന്ന വിപത്തുകളെക്കുറിച്ചും അതിന്റെ പുറകിലുള്ള ആത്മാവിനെക്കുറിച്ചും ദൈവം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നതിന്റെ കാരണം തന്റെ ദാസന്മാർ അത് അറിയണം എന്നുള്ളതുകൊണ്ടാണ്. നാം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുകയുണ്ടായി, തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് അവൻ അത് യോഹന്നാൻ കൊടുത്തു. ഞാനും നിങ്ങളും ഭാവിയിൽ ദൈവം ഈ ഭൂമിയിൽ നടക്കുവാനിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി, ദൈവത്തിന്റെ ഹിതം വ്യക്തമായി മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ ചര്യകളും ക്രമീകരിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ വിധത്തിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. നന്ദിയുള്ളവരായി ജീവിക്കാം. ലോകത്തിലുള്ള മനുഷ്യന് ഇതൊന്നും മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ നമുക്ക് തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16:13 തോന്നുന്നു നമ്മളവിടെ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു ദൗത്യം പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലും വളരെ അധികം ചിന്തിപ്പാനിടയായ ഒരു ഭാഗമാണ്. അതെ, 16:13 സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരും. ഹി വിൽ റിവീൽ ടു യു തിങ്സ് ടു കം. പരിശുദ്ധാത്മാവ് വന്നതിന്റെ ഒരു ദൗത്യം നമ്മെ സകല സത്യത്തിലും വഴി നടത്തുക എന്ന് മാത്രമല്ല, ഹി വിൽ റിവീൽ ടു യു തിങ്സ് ടു കം. വരുവാനിരിക്കുന്നതും മനസ്സിലാക്കി തരും. ദൈവത്തിന്റെ ആത്മാവിനാൽ ഇത് മനസ്സിലാക്കുവാൻ നമ്മെ അനുവദിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്ന ഒരു ഉദ്ദേശവും അതുകൂടെയാണ്. ദൈവത്തിന്റെ കരുതലിനായി നന്ദി പറയാം. നമ്മെ രക്ഷിച്ചതോർത്ത് നന്ദി പറയാം. മാത്രമല്ല, ഈ പീഡന കാലഘട്ടത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സുവിശേഷവും പ്രചരിപ്പിപ്പാൻ നമുക്കൊരുങ്ങാം. അവന്റെ വലിയ നാമം മാത്രം.